ബിഗ് ബോസ് എനിക്കങ്ങനെ വലിയ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു ടാലൻ്റ് ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പല ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പല ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടിട്ട് അവർ എക്സൽ ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതും ഒരു സ്പെസിഫിക് കാര്യമല്ല, പല പല ടാലൻസ് ഉള്ള ആൾക്കാരാണ്. ബേസിക്കലി എനിക്കൊരു പോസിറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പോസിറ്റീവ് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി, മെൻ്റൽ സ്റ്റെബിലിറ്റി. ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ രജിത് കുമാർ സാർ, അഖിൽ മാരാർ, അതേപോലെയുള്ള ഈ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആൾക്കാർ, എവിടെ പോയാലും പിടിച്ച് നിൽക്കാം, മെൻ്റലി പിടിച്ച് നിൽക്കാം എന്ന് പറയുന്ന അങ്ങനെ ഉള്ള ആൾക്കാർ, അടിച്ചടിച്ച് നിൽക്കാം, ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി കൊണ്ട് കുറച്ച് ഫെയിമും കാര്യങ്ങളും ഉണ്ടാക്കാം. ബിഗ് ബോസ് സീസൺ കാരണം അദ്ദേഹത്തിന് കുറേ ഇൻ്റർവ്യൂസും അങ്ങനെയുള്ള പരിപാടിയും പബ്ലിക് അറ്റൻഷൻ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവിടുന്ന് സീസൺ എലിമിനേറ്റ് ആയി പോയാലും വേറെ എന്തെങ്കിലും പരിപാടി പോകുമ്പോൾ കുറച്ച് പബ്ലിക് അറ്റൻഡൻസും കിട്ടുന്നുണ്ട്. ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ഓഡിയൻസിന് അങ്ങനെ ഒരു പ്രത്യേക മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല.